ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. വളരെ ദൂരെയായിട്ട് നമുക്ക് കസ്റ്റംസ് ഓഫീസ് കാണാനായി സാധിക്കും. അതിനോട് ചേർന്നിട്ടുള്ള മെയിൻ ഗേറ്റും വളരെ ചെറുതായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡാവട്ടെ കോവളം വിഴിഞ്ഞം മുക്കോല വഴി നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന മെയിൻ റോഡ് തന്നെയാണ്. ബസ് റൂട്ടുണ്ട്, നമുക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോയിൽ ധാരാളമായി കണ്ടിട്ടുള്ളതാണ് ഈ റൂട്ട്. ഇത് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് പോകുന്ന റോഡാണ്. അത് ക്രോസ് ചെയ്തിട്ടാണ് ഈ മെയിൻ റോഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ പോർട്ടിൽ നിന്നൊരു ലോറി വരുന്നത് കാണാനായി സാധിക്കും. ധാരാളം ലോറികളാണ് ദിനം പ്രതി ഇതുവഴി കടന്നു പോകുന്നത്. കാരണം സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുമായിട്ട് വന്ന ലോറിയാണ്. 100 കണക്കിന് ലോറികളാണ് ദിനം പ്രതി സ്റ്റോണുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെയിൻ ഗേറ്റ് മുതൽ NH 66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്ന ഈ ഭാഗത്താണ്. വർക്ക് ഫൈനലായിരിക്കുന്നു. അതുമാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകാം ഡീറ്റെയിൽ ലിങ്ക് റോഡ് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം വളരെ പരിചിതമാണ് ഈ വിഷ്വൽ. കാരണം മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള വളരെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ വർക്കുകളെല്ലാം 100% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഇൻസ്റ്റലേഷൻ മുതൽ ഇവിടെ ഒരു വലിയൊരു ഡ്രെയിനേജിന്റെ വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് നടക്കുന്നതെല്ലാം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർക്ക്, അതായത് നമ്മുടെ ലിങ്ക് റോഡിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പോർഷനിലൊന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം 35ഓളം ലോങ് വീഡിയോ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വർക്കും ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിച്ചാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം, ഇപ്പോൾ ഇവിടെ സൈൻ ബോർഡുള്ള നേരത്തെ തന്നെ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഹൈവേ NH ചേർന്നിട്ടുള്ള വർക്ക് ആയതിനാൽ നമ്മൾ അവിടെ ആയിരിക്കും എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഇങ്ങോട്ട് അധികം വരാറില്ല. പക്ഷെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് വീഡിയോ കണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇതുവരെയുള്ളതിൽ വലിയ ലാഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി നിങ്ങൾ കാണുന്ന നിങ്ങളാണ് പറയേണ്ടത്. കാരണം ഞാൻ ഓരോ വീഡിയോയും ഓരോ പോർഷനായിട്ട് എടുത്തെടുത്താണ് ഈ വീഡിയോയിലും കാണിക്കുന്നത്. എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് 1.2 കിലോമീറ്റർ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോർഡ് കാണാനായി സാധിക്കും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ പോർട്ടിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ, അതായത് പോർട്ടിന്റെ മെയിൻ ഗേറ്റ് മുതൽ നമ്മുടെ NH 66 വരെയാണെങ്കിൽ 1700 മീറ്റർ ആണ്. പക്ഷെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തു നിന്നാണെങ്കിൽ 1200 ആണ്. കണ്ടെയ്നർ ടെർമിനൽ എന്ന ഒരു ബോർഡ്, ആകാശത്തോട്ട് ഉയർന്നു നിൽക്കുന്ന ആ ഒരു ബോർഡ് കാണാൻ വളരെ മനോഹരമാണ്. കാരണം ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈനിങ് ബോർഡിന് വേണ്ടി കുതിച്ച ധാരാളം പേര് നമ്മുടെ വിഴിഞ്ഞം പോർഷനിലുണ്ട്. വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു പോർട്ട്, എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ ഒരു പോർട്ട് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ് വേക്ക് ആക്കം കൂട്ടുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് എന്ന് പറയുന്നത്. അതിന് പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ നിലവിലുള്ള ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് 1 മില്യൺ ട്രാൻസ്ഷിപ്മെൻറ്റ് നമുക്ക് വെറും 450-460 കപ്പലിൽ നിന്നും പൂർത്തിയാക്കാനായി സാധിച്ചിട്ടുള്ളത്. അതായത് അത്രത്തോളം ട്രാൻസ്ഷിപ്മെൻ്റാണ് നമ്മുടെ പോർട്ടിൽ നടക്കുന്നത്. അതിന് പറ്റിയ രീതിയിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ഗേറ്റ് വേ ആണ് ഓപ്പൺ ആക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡെല്ലാം ടെമ്പററി ആയിട്ട് റോഡ് തന്നെയാണ്. വളരെ ഫാസ്റ്റായിട്ട് ടെമ്പററി ആയിട്ട് റോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലോവർ ലൈഫ് ഉൾപ്പെടെയുള്ള കണക്ഷൻസ് ഉടൻ തന്നെ വരും. ഇനി നമുക്ക് ഈ റോഡിൻ്റെ ഡീറ്റെയിൽ വർക്കിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഈ സൈഡിലായിട്ട് ഒരു എക്സ്കവേറ്റർ കാണാനായി സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെ ഒരു ബൈ റോഡ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ ലിങ്ക് റോഡിൽ 4 വരി പാത തന്നെയാണ്. നമുക്ക് മുന്നോട്ട് കാണാനായി സാധിക്കും. സൈഡിൽ 2 സൈഡിലായിട്ട് ക്രാഷ് ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ റോഡ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി നല്ലൊരു ലൂമിനസ് ഇൻറ്റൻസിറ്റി നമുക്ക് ഇവിടെ നിന്നും, ഞാൻ രാത്രിയിൽ വന്നിട്ടുണ്ട്, നല്ലൊരു പ്രകാശം തന്നെയാണ് ഈ ഭാഗത്തെല്ലാം. അത് കറക്റ്റായിട്ട് വർക്കുകളെല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബ്രിഡ്ജ്, അതായത് പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഫസ്റ്റ് ബ്രിഡ്ജ് കാണാനായി സാധിക്കും. നമ്മൾ ഈ ഭാഗത്തെല്ലാം വർക്ക് നടക്കുന്ന സമയത്ത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ചെളിയും മണ്ണും നിറഞ്ഞ ഒരു പ്ലേസ് ആയിരുന്നു, കണ്ടം പോലത്തെ പ്ലേസ് ആയിരുന്നു. ഈ ഭാഗത്തെല്ലാം ക്യാമറ ഉണ്ടോ, ലൈവ് ക്യാമറ എല്ലായിടത്തും ഉണ്ട്. ഇതാ നമുക്ക് ഇവിടെ ഒരു ക്യാമറ കാണാൻ സാധിക്കും, ഇതാ ഈ പോർഷനിൽ ഒരു ക്യാമറയുണ്ട്. ഇതാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഫസ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതാ തൊട്ടടുത്ത ഒരു അമ്പലമുണ്ടോ, നമ്മളിപ്പോൾ നേരത്തെ തൊട്ട് മുന്നേ വന്ന ഇതുവരെ ഫസ്റ്റ് ബ്രിഡ്ജ് എത്തി. നമ്മുടെ ഈ 1700 മീറ്ററിൻ്റെ ഇടയ്ക്ക് 2 ബ്രിഡ്ജാണുള്ളത്. കാരണം ഇതൊരു കുളമാണ്. ഈ കുളത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജ് ഉള്ളത്. ഇനി അടുത്തൊരു കുളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടവും കുളവും ചെളിയായിരുന്ന പ്ലേസ് തന്നെയായിരുന്നു നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡ് പോകുന്ന ഭാഗം. അതുകൊണ്ട് കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്. ലാഗ് എന്ന് പറയാൻ പറ്റില്ല, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. കാരണം കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡായതിനാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായി സാധിക്കില്ല. വളരെ സൂക്ഷ്മതയോടെ തന്നെ ചെയ്യണം. കാരണം ഹെവി ലോഡുമായിട്ടായിരിക്കും കണ്ടെയ്നർ ലോറി നമ്മുടെ ഈ ലിങ്ക് റോഡിലൂടെ മെയിൻ റോഡിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ടാണ് ആ വർക്കെല്ലാം ചെയ്തത്. അതിൻ്റെ ഓരോ അപ്ഡേഷനും പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള വർക്കുകളെല്ലാം തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഡ്രെയിനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഡ്രെയിനേജ് എന്തിനും ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെല്ലാം വയലാണ്. അപ്പോൾ ചെറിയൊരു മഴ ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ ഇവിടെ വെള്ളക്കെട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം വെള്ളക്കെട്ടുള്ള സ്ഥലം തന്നെയാണ്. കാരണം ഈ ഭാഗത്തെല്ലാം വെള്ളക്കെട്ടുണ്ടാവുമെന്ന് പറയാൻ കാരണം ഈ വർക്ക് നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കയറുന്ന ഈ ഭാഗത്തെല്ലാം ഏകദേശം 5ഓളം മീറ്റർ ചെളി മാറ്റിയതിന് ശേഷം നല്ല ഉറച്ച പ്രതലം വന്നതിന് ശേഷമാണ് അവിടെ നിന്നും വർക്ക് മുകളിലോട്ട് പോയിട്ടുള്ളത്. ആ ചെളി പൂർണ്ണമായിട്ടും കോരി മാറ്റി. പലയിടത്തും 5-6 മീറ്ററോളം ഉണ്ടായിരുന്നു. ഈ പോർഷനൊക്കെ നമ്മൾ ഈ കണ്ട സൈഡിൽ പാനൽ വെച്ച ശേഷം ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ലെയർ ബൈ ലെയർ തന്നെയാണ് ഇങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഏറ്റവും നമ്മൾ കാണുന്ന ഈ പോർഷനിൽ ഇന്റർലോക്ക് വന്നിട്ടുണ്ട്. കാണാത്തവർ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ വീഡിയോയിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഈ പറയുന്ന സൈൻ ബോർഡുകൾ കാണാനായി സാധിക്കും. ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത് കാരോട് കാണുക, ട്രക്ക് ടെർമിനൽ, കോവളം, ഇതെല്ലാം ആരോ മാർക്ക് ഉൾപ്പെടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ആദ്യമായിട്ട് വരുന്ന ഒരു ട്രക്ക് ഡ്രൈവർക്കാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ പോർട്ടിലേക്ക് ആദ്യമായിട്ട് തന്നെയാണല്ലോ. കാരണം ലിങ്ക് റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് പോകുന്നത്. അതിനു വേണ്ടിയുള്ള സൈനിങ് ബോർഡുകൾ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. തുടക്കത്തിൽ സെക്യൂരിറ്റി ഉണ്ട്, എല്ലാ സിസ്റ്റവും ലൈവ് ക്യാമറയുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഈ ലിങ്ക് റോഡ് ഇട്ട് ഒരു ടെമ്പററി റോഡാണെങ്കിൽ കൂടെ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡിംഗ് ആണ്. നമ്മുടെ ഈ റോഡിൻ്റെ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നു. സൈഡിലൂടെ ഒരു ബൈ റോഡുണ്ട്. ആ റോഡിൻ്റെ വർക്കുകളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സെക്കൻഡ് ബ്രിഡ്ജ് എത്തിയിരിക്കുന്നു. ഈ സെക്കൻഡ് ബ്രിഡ്ജ് സ്റ്റാർട്ടിംഗ് വരെ, അതായത് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ ഈ സെക്കൻഡ് ബ്രിഡ്ജ് വരെ നമുക്ക് ബാക്കിലോട്ട് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ബ്രിഡ്ജ് കണ്ടുകൊണ്ടിരുന്ന അമ്പലത്തിൻ്റെ സൈഡിൽ ഇത് സെക്കൻഡ് ബ്രിഡ്ജ് വരെ 1500 മീറ്റർ ആണുള്ളത്. ഇനി ഈ ബ്രിഡ്ജ് മുതൽ ഇനി നമ്മുടെ മുന്നിൽ കാണുന്ന നമുക്ക് മുന്നോട്ട് പോകാമോ, ഈ ബ്രിഡ്ജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഈ പറയുന്ന NH66 വരെ 200 മീറ്റർ ആണുള്ളത്. കാരണം 1500 മീറ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, 200 മീറ്റർ ആണുള്ളത്. അപ്പോൾ ബ്രിഡ്ജ് എനിക്ക് തോന്നുന്നൊരു 50 മീറ്റർ, മാക്സിമം 50 മീറ്റർ ആയിരിക്കും ഇതിൽ കാണുക. നമ്മൾ ഈ വന്ന ഇത്രയും പോർഷനാണ് ബ്രിഡ്ജ് പോർഷൻ കാണാൻ സാധിക്കും കണ്ടോ. അത് കഴിഞ്ഞൊരു 150 മീറ്ററാണ് ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന NH-ന്റെ അണ്ടർ പാസ് വരെ ദൂരമുള്ളത്. നമുക്ക് ഇവിടെ വണ്ടി സൈഡാക്കിയ ശേഷം നമുക്ക് പോകാം. നമ്മൾ ഈ കാണുന്ന പോസ്റ്റിലാണ് ഇപ്പോൾ മേജർ വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് വളരെ ദൂരെയായിട്ട് NH66-ന്റെ അണ്ടർ പാസ് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന റീറ്റേണിംഗ് വാൾ, 2 റീറ്റേണിംഗ് വാൾ നമുക്ക് കാണാൻ സാധിക്കും. ആ 2 റീറ്റേണിംഗ് വാളും നമ്മുടെ ബ്രിഡ്ജിന് പേരിലായിട്ട് എത്തിയിരിക്കുന്നു. ഈ റീറ്റേണിംഗ് വാളിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. റീറ്റേണിംഗ് വാളിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഫൗണ്ടേഷൻ നടന്ന സമയത്ത് തന്നെ ആ റേഷ്യോ ഉൾപ്പെടെ എത്രയാണ് സൈസ് എന്ന് ഉൾപ്പെടെ നമ്മൾ ഡീറ്റെയിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്ന റീറ്റേണിംഗ് വാള് വളരെ ഫാസ്റ്റായിട്ട് ഹൈറ്റ് കൂടിയിരിക്കുന്നു. ഹൈറ്റ് കൂടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന സോയിൽ ഫില്ല് ചെയ്തിരിക്കുന്നു. ഇത് സാധാ സോയിലല്ല, നിലവിൽ എനിക്ക് തോന്നുന്നു ചെമ്മണ്ണും നമ്മുടെ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണലും ഒരു നിശ്ചിത റേഷ്യോയിലാണ് ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ, അതായത് ഞാൻ നിൽക്കുന്ന തൊട്ട് മുന്നേ നമ്മൾ ഫസ്റ്റ് ബ്രിഡ്ജും സെക്കൻഡ് ബ്രിഡ്ജിന്റെ ഇടയ്ക്കുള്ള പോർഷൻ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് 70-30 എന്ന റേഷ്യോയിലാണ്. ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ പറയുന്ന റീറ്റെയിലിംഗ് വാളിന്റെ സൈഡിലായിട്ട് ജിയോ ക്ലോത്തും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനേ സാധിക്കും. ഇതും ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെയായിരിക്കും ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന സോയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ദൂരം നോക്കിയാലും
വളരെ ഫാസ്റ്റായിട്ട് ഈ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റീറ്റെയിനിങ് വാളിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ കാണുന്ന NH-66 ബ്രിഡ്ജിന്റെ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല എന്ന് പലർക്കും തോന്നിക്കാണും. ഈ പറയുന്ന സോയിൽ ഫില്ല് ചെയ്താൽ മാത്രമേ അത് വളരെ വ്യക്തമായിട്ട് അറിയാനായി സാധിക്കുള്ളൂ. പക്ഷേ റീറ്റെയിനിങ് വാളിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സോയിൽ ഇനി വളരെ ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങി ഇപ്പോൾ റോഡിന്റെ വർക്കുകളൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ വളരെ ദൂരെ നിന്ന് കണ്ടാലും നമുക്ക് മനസ്സിലാവും, സോയിൽ ഫില്ല് ചെയ്താലേ മനസ്സിലാവുള്ളൂ. പക്ഷേ സോയിൽ ഫില്ല് ചെയ്യണമെങ്കിൽ റീറ്റേണിംഗ് വാളിന്റെ വർക്കുകൾ നടന്നാൽ മാത്രമേ ഫില്ല് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ റീറ്റേണിംഗ് വാളിന്റെ വർക്ക് ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടാണ് ഈ സോയിൽ ഫില്ല് ചെയ്ത് വളരെ വ്യക്തമായിട്ട് കാണുന്നത്. നമുക്കിനി കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. അതിന് നമുക്ക് ഇവിടെ നിന്ന് പോയാൽ പോരാ, നമുക്ക് തിരിച്ച് വന്ന റോഡ് തിരിച്ചിറങ്ങി നമുക്ക് പോകണം. വന്ന റോഡ് തിരിച്ചിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ വർക്ക് എടുക്കാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ആദ്യമായിട്ട് റോഡ് കാണുന്നവർക്ക് വളരെ മനോഹരമായ ഇന്റർലോക്കറ്റ് റോഡാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അത് മാത്രമല്ല മനസ്സിന് കുളിർമയേകുന്ന ഒരു ബോർഡ്, വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ആരോ മാർക്കുള്ള ബോർഡ് കാണാൻ വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ പറയാൻ കാരണം വർഷങ്ങളായിട്ടുള്ള പലരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അത് മാത്രമല്ല കുറച്ച് മാസം കൊണ്ട് 1 മില്യൺ ട്രാൻസ്ഷിപ്മെൻറ്റും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ്. നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ ബ്രിഡ്ജ്, അതായത് ഈ ബ്രിഡ്ജ് എന്നല്ല പറയുന്നത്, ഹൈറ്റ് കൂട്ടിയെടുത്താണ്. 2 ബ്രിഡ്ജേ ആകെ ഉള്ളൂ. ഈ ഹൈറ്റ് കൂട്ടിയെടുത്ത സമയത്തെല്ലാം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു കുളം പോലത്തെ, കണ്ടം പോലത്തെ പ്ലേസ് ആയിരുന്നു. അത് ഏകദേശം 5-6 മീറ്ററോളം ചെളി പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷമാണ് ഇത്രത്തോളം ഹൈറ്റ് ചെയ്ത് ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ പ്ലേ ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ കണക്ഷൻ റോഡെന്ന് തീർച്ചയായിട്ടും കാണും. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം മുതലേ വീഡിയോ കിട്ടും. അന്ന് മുതലേ നമുക്ക് വീഡിയോ എടുക്കാനും അത് മാത്രമല്ല ധാരാളം വാഹനങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് റോഡിൻ്റെ വർക്കുകൾക്ക് സഹായകമായ ഒരു ബൈ റോഡ് തന്നെയാണ്. ഈ ബൈ റോഡ് ഇവിടെ ലോക്കലിൻ്റെ ബൈ റോഡ് തന്നെയാണ്. ഈ ബൈ റോഡ് ഉള്ളത് കാരണം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകാനായി നമുക്ക് സാധിച്ചു. കാരണം ഇതിലൂടെയാണ് ഹെവി എക്യുപ്മെൻറ്റ്സും ലോറികളും മെഷീൻസും എല്ലാം വളരെ ഫാസ്റ്റായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ എല്ലാം ഭയങ്കര ചെളിയായിരുന്നു. ചെളിയല്ല, കുളം പോലത്തെ പ്ലേസ് ആയിരുന്നു. അപ്പോൾ അതിനാൽ നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല. എത്ര ആഴം ഉണ്ടെന്ന് പോലും അറിയാൻ സാധിക്കില്ല. ആ ഭാഗമെല്ലാം നമ്മൾ ഈ കാണുന്ന പാനലിൽ വർക്ക് ചെയ്ത് ഹൈറ്റ് കൂട്ടി ലെയർ ബൈ ലെയർ ആയിട്ട് ജിയോ ഗ്രിൽട്ടും ജിയോ ക്ലോത്തും ഇട്ട് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇത് ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. ആ ലെയർ ബൈ ലെയർ ആയിട്ട് വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രെഡ് ചെയ്ത മണലും ചെമ്മണ്ണും ഉപയോഗിച്ചിട്ടാണ് ഈ ഹൈറ്റ് കൂടിയിരിക്കുന്നത്. നിശ്ചിത റേഷ്യോയിൽ തന്നെയാണ് ഇതിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുള്ളത്. കാരണം ഇത് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഹെവി കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡ് തന്നെയാണ്. അതിനാൽ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വർക്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി ചെയ്യാൻ പോകുന്നതും എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇനി കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഈ അണ്ടർപാസ് നമുക്ക് ഒന്നുകൂടി നോക്കാണ്ടോ. കണ്ടോ, ഈ ഭാഗത്താണ് അണ്ടർപാസ് ഉള്ളത്. ഈ ഭാഗം വരെയാണ് ഞാൻ ഈ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് വരെ. ഇത് സെക്കൻഡ് ബ്രിഡ്ജാണ് വരുന്നത്. 1500 മീറ്ററുള്ള ഈ അണ്ടർപാസിൻ്റെ കണ്ടോ, ഇവിടം വരെയാണ് 1500 മീറ്ററുള്ള. ഇനിയാണ് സെക്കൻഡ് ബ്രിഡ്ജ് ആരംഭിക്കുന്നത്. സെക്കൻഡ് ബ്രിഡ്ജ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെയും വെള്ളക്കെട്ട് ധാരാളമായിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും വീഡിയോ തന്നെ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇനി ഈ ബ്രിഡ്ജ് വരെ, ഈ ബ്രിഡ്ജ് മുതലാണ് ഈ NH-66 അണ്ടർപാസ് വരെ 200 മീറ്റർ ഉള്ളത്. ഏകദേശം ബ്രിഡ്ജ് ഒരു 50 മീറ്റർ വരും എന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ. 50 മീറ്റർ ഉണ്ട്. ബാക്കിയുള്ള 150 മീറ്ററാണ് അണ്ടർപാസ് വരെയുള്ളത്. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടോ. റീറ്റെയിനിങ് വാളിൻ്റെ വർക്കിൻ്റെ ഹൈറ്റ് എല്ലാം കൂടിയിരിക്കുന്നു. ഹൈറ്റ് നേരത്തെ തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഒരു ചെറിയ വാളായത് അതിന് ദൂരെ നോക്കി കഴിഞ്ഞാൽ അത് പലർക്കും വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ NH-ൽ നോക്കുമ്പോൾ ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല എന്നായിരിക്കും പലരുടെയും ചിന്ത. പക്ഷേ റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സോയിലിട്ട് ഫില്ല് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സോയിലിട്ട് ഫില്ല് ചെയ്ത് വിസിബിൾ ആയപ്പോൾ പലരും കണ്ടിട്ട് പറയുന്നുണ്ട് വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അത് സോയിലിട്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സോയിലിടണമെങ്കിൽ റീറ്റേണിംഗ് വാളിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകണം, അല്ലാതെ സോയിലിടാനായി സാധിക്കില്ല. സോയിലിട്ടാലേ NH-66 നോക്കുമ്പോൾ വിസിബിളായിട്ട് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനായി സാധിക്കുകയുള്ളൂ. അതായത് വർക്ക് മുന്നോട്ട് ഹൈറ്റ് കൂടുന്നതായിട്ട് നമുക്ക് കാണണമെങ്കിൽ സോയിൽ ഫില്ല് ചെയ്താനായി സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ സൈഡിൽ വണ്ടി നിർത്തിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുക. കാരണം ഇവിടെ ഒരു ഒറ്റ വർക്കിംഗ് സ്റ്റാഫ് ഇല്ലാത്തതിന് കാരണം എല്ലാവരും ലഞ്ച് ബ്രേക്കിന് പോയിട്ടുണ്ട്. 1 മണിയാണ് ഇപ്പോൾ ടൈം. എല്ലാവരും പോയിട്ടുണ്ട്. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഹെവി മെഷീൻസൊക്കെ മൂവ്മെൻറ്റ് നടക്കുന്ന ആ മെഷീൻസൊക്കെ സൈഡിൽ തന്നെ ഉണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ, ഇത് നമ്മുടെ ഈ പറയുന്ന തമിഴ്നാട്ടിലേക്ക് പോകുന്ന പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് എൻ്റെ വീഡിയോയുടെ ലെഫ്റ്റ് കാണാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും റൈറ്റ് കാണാൻ തമിഴ്നാട്ടിലേക്ക് ലെഫ്റ്റ് പോകുന്നത് ട്രിവാൻഡ്രം ഭാഗത്തേക്കുമാണ്. ഇത് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ മേജർ വർക്ക് നടക്കുന്ന പോർഷനിലാണ് നമ്മളുള്ളത്.
ഉണ്ടോ, ഇതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് താഴെ ഇറങ്ങുന്നാൽ കാണാനായി സാധിക്കും. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക് കണ്ട് മനസ്സിലാക്കും. ഓരോ വർക്കും എന്തൊക്കെ വർക്കാണ് ഇവിടെ നടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. അപ്പോഴാണ് ആ വർക്ക് എത്രത്തോളമാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. ഇതാ നമുക്ക് ഈ പറയുന്ന ലൈറ്റിൻ്റെ പിന്നെ വർക്കെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻസ് എല്ലാം മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല കേബിളും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. കണ്ടോ, ഇതാ കേബിളും വലിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഇവിടെ ഈ ഭാഗത്തെല്ലാം നമ്മൾ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും ചെമ്മണ്ണും ഒരു നിശ്ചിത റേഷ്യോയിൽ തന്നെ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഹെവി മെഷീൻസ് എല്ലാം നമുക്ക് സൈഡിലായിട്ട് കാണാനായി സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുമില്ലാത്ത വർക്ക് നടക്കാത്തതുകൊണ്ടല്ല, എല്ലാവരും ലഞ്ച് ബ്രേക്കിനായതുകൊണ്ടാണ്. അല്ലാതെ ഏത് സമയത്തും നമുക്ക് NH-66 ബ്രിഡ്ജിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വർക്ക് നടക്കുന്ന വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. എനിക്ക് തോന്നുന്നു വർക്കിംഗ് സ്റ്റാഫ് ഹെവി മെഷീൻസും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി നിന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് സേഫ്റ്റിയൊക്കെ മെഷർമെൻ്റൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇങ്ങ് കയറാനായി സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഹെവി വർക്ക് നടക്കുന്ന ആർക്കും അകത്തേക്ക് പ്രവേശിക്കാനായി സാധിക്കും. എന്നാലും ഞാൻ കുറച്ചൊക്കെ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് ഇതിനകത്ത് കയറിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ ഭാഗത്തെല്ലാം ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ വീഡിയോയുടെ ഭാഗത്തായിട്ട് നമ്മുടെ റീറ്റെയിനിങ് വാളിൻ്റെ സൈഡിലായിട്ട് ഈ പറയുന്ന ജിയോ ക്ലോത്ത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഈ ജിയോ ക്ലോത്ത് സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കോൺക്രീറ്റ് പോർഷനിൽ മണ്ണ് പിടിച്ചിട്ടില്ല, ജിയോ ക്ലോത്ത് സൈഡിലിട്ടിട്ടാണ് ഈ പറയുന്ന പിന്നെ ഫില്ല് ചെയ്ത് സോയിൽ സൈഡിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ബ്രിഡ്ജിൽ നിന്ന് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഹൈറ്റ് മാത്രമേ ഇനി ഉള്ളൂ ഫില്ല് ചെയ്യാൻ വേണ്ടി. റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് ഓൾറെഡി ബ്രിഡ്ജിന് പാരലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇനി തീർച്ചയായിട്ടും 1-2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രിഡ്ജിന് പാരലായിട്ട് തന്നെ സോയിലിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഫില്ല് ചെയ്ത് കഴിയും. ഇത് നമ്മൾ ഈ കാണുന്ന കേബിൾ പോകുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ, കേബിൾ പോകുന്ന പോർഷനാണ് കാണുന്നത്. വളരെ ദൂരമായിട്ട് ലൈറ്റ് കാണാനായി സാധിക്കും. ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒന്ന് ഹൈറ്റ് കൂടിയപ്പോൾ നമ്മുടെ ബ്രിഡ്ജിന് പാരലായിട്ട് നമുക്ക് തോന്നുന്നു. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഈ പോർട്ടിൽ നിന്ന് വരുമ്പോൾ സെക്കൻഡ് ബ്രിഡ്ജും NH എന്ന് കാണുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജും. അങ്ങനെ 2 ബ്രിഡ്ജാണ് നിലവിലുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 2 ബ്രിഡ്ജും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ. ഇതാണ് ഇത്ര ഹൈറ്റ് മാത്രമേ നിലവിൽ ഇനി ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചാൽ സോയിലിട്ട് ഫില്ല് ചെയ്യാൻ. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം ഇത് സോയിൽ ഫില്ലിംഗ് ഒക്കെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വർക്ക് നടക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അറിയാമായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്, എന്നാലും ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വിചാരിക്കും ഹെവി മെഷീൻസ് മാത്രമേ ഉള്ളൂ, വർക്ക് നടക്കുന്നില്ലേ എന്നൊരു ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തു പറയുന്നത്. സൈഡിലായിട്ട് നമ്മൾ ഈ പറയുന്ന ജിയോ ക്ലോത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. കണ്ടോ, നമ്മൾ തൊട്ട് മുന്നേ മറു സൈഡിലാണെങ്കിൽ ഇപ്പോൾ 2 സൈഡിലെയും ഈ പറയുന്ന റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നമുക്ക്, കാരണം റീറ്റെയിനിങ് വാൾ ആ സ്ലോപ്പിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇവിടുത്തെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലത്തെ ആ വർക്ക് മാത്രമേ ഉള്ളൂ. അത് ഒരാഴ്ച കൂടി വേണ്ടി വരില്ല അത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം ഓൾറെഡി സോയിൽ ഫില്ല് ചെയ്യേണ്ട സ്ഥലത്തെല്ലാം വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോയിൽ ഇനി ഫില്ല് ചെയ്താൽ മാത്രം മതി എന്നാണ്. അത് മാത്രമല്ല ഹാൻഡ് റെയിലും ഇതിൽ കോൺക്രീറ്റ് തന്നെ ആയിരിക്കും. അത് കാരണം അതും കംപ്ലീറ്റ് ചെയ്ത് പോകും. സോയിൽ ഫില്ല് ചെയ്യേണ്ട വർക്കുകളെല്ലാം ഇവിടെ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോയിൽ മാത്രം ഇനി ഫില്ല് ചെയ്താൽ മതി. സോയിൽ ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഹെവി എക്യുപ്മെൻറ്റ്സ് മെഷീൻസ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. വളരെ ദൂരെയായിട്ട് അണ്ടർപാസ് ഉണ്ട്. കണ്ടോ, ഈ മെഷീൻസ് എല്ലാം ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വർക്കിംഗ് സ്റ്റാഫുകൾ നമുക്ക് അവരെ ഫുഡ് കഴിച്ച ശേഷം റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നവരുമുണ്ട്. ഇതാ നമുക്ക് ഈ മെഷീൻസ് എല്ലാം നമുക്ക് ഇവിടെ കാണാനായി സാധിക്കും. അങ്ങനെ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാസങ്ങൾ, എനിക്ക് 1-2 മാസങ്ങൾക്ക് അകത്ത് തന്നെ 1 മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുമായിരിക്കാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് വർക്ക് കാണിക്കുന്നത്. പലർക്കും സംശയമുണ്ട് ഈ വർക്ക് കാണിക്കുമ്പോൾ എത്ര മാസം കൊണ്ട് കഴിയും അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് കഴിയും എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കാണിക്കുന്ന ഓരോ വർക്കും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും സമയമെടുത്ത് തന്നെ വീഡിയോയിൽ എന്ത് കൂടാനും കാരണം ഇത്രയും സമയം എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിയും ഓരോ വർക്കും നമുക്ക് എത്രത്തോളമാണെന്ന് കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഈ പറയുന്ന ഈ ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെ ബൈ റോഡ് വരുന്നുണ്ട്. ആ ബൈ റോഡിൻ്റെ വർക്കുകളും ലിങ്ക് റോഡിന് പാരലായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. ടെമ്പററി കണക്ഷനാണ് ലിങ്ക് റോഡിൻ്റെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലിങ്ക് NH കണക്ട് ചെയ്യുന്നെങ്കിലും സൈഡിലുള്ള ബൈ റോഡിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ 2-3 ഡ്രൈനേജിൻ്റെ വർക്ക് ഇതെല്ലാം ഒരേ ലെവലിലാണ് കൊണ്ടുപോകുന്നത്. അല്ല റോഡ് മാത്രം പണിത് സ്പീഡിൽ പോയാൽ പോരാ, ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, ലിങ്ക് റോഡിൻ്റെ വർക്ക്, പിന്നെ അതുമാത്രമല്ല സൈഡിലൂടെയുള്ള ബൈ റോഡിൻ്റെ വർക്ക്, ഇതെല്ലാം ഒരേ ലെവലിൽ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ വർക്ക് പെർഫെക്റ്റ് ആകുകയുള്ളൂ. അല്ല നമുക്ക് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം ഈ വർക്ക് ഡ്രൈനേജിൻ്റെ വർക്കോ ഇതൊന്നും നമുക്ക് ചെയ്യാനായി സാധിക്കില്ല. ഇത് മൊത്തത്തിൽ ഒരു പ്രൊഫൈലായിട്ട് തന്നെ മുന്നോട്ട് പോയാലേ ഇപ്പോൾ ടെമ്പർ റോഡായാലും പെർമനൻറ്റ് റോഡായാലും
വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇനി കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാനായി സാധിക്കില്ല, അതിന് തടസ്സം വരും. അതിന് മുന്നേ തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി ആയിട്ട് കണക്ട് ചെയ്യുന്ന റോഡായാൽ കൂടെ തന്നെ ആ വർക്ക് പെർഫെക്റ്റ് തീർച്ചയായിട്ടും ഈ കണ്ടെയ്നർ ലോറികൾക്ക് വളരെ സുഗമമായിട്ട് പോകാനായി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പോകായിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നതെന്ന് മനസ്സിലാവും. അല്ലാതെ NH 66 മുകളിൽ കയറിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വർക്കും നമുക്ക് എന്തൊക്കെയാണെന്നറിയാം. ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വന്ന ഭാഗം ഇത്രത്തോളമാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ മാക്സിമം ഈ എനിക്ക് തോന്നുന്നു അപ്പോൾ ബ്രിഡ്ജിൻ്റെ പാരലായിട്ട് തന്നെ ഈ സോയിൽ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഇവിടെ നമ്മളെ ഈ പറയുന്ന ബൈറോഡുണ്ട്. ഇത് നേരത്തെ ഉള്ള ബൈറോഡ് തന്നെയാണ്. ഇതാണ് നമ്മൾ ഈ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലം കേട്ടോ. ഇതാ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്കും അതുപോലെ തന്നെ പാരലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാ നമുക്ക് ഈ പറയുന്ന ബൈ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കണ്ടെയ്നർ ലോറി പോകുന്നതിന് വേണ്ടി ഒരു ബൈ റോഡ് പണിയുന്നുണ്ട്, NH വരെ എത്തിക്കാൻ വേണ്ടി. കാരണം ഇവിടെ ഓൾറെഡി ഒരു ബൈ റോഡ് ഉണ്ട്. അപ്പോൾ അതുവഴി കൊണ്ടുപോയിക്കൂടെ കണ്ടെയ്നർ ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം കണ്ടെയ്നർ ലോറി നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് വരും. ആ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള വണ്ടികളും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വിഴിഞ്ഞ പോർട്ടിൻ്റെ സൈഡിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ലിങ്ക് റോഡിൻ്റെ ഈ പറയുന്ന ബൈ റോഡിൻ്റെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ കണ്ടെയ്നർ ലോറി വരുന്ന സമയത്തും ഇവിടെയുള്ള ലോക്കൽസിൻ്റെ വണ്ടി വരുന്ന സമയത്തും ചിലപ്പോൾ കുറച്ച് റഷ് കൂടും, കുറച്ച് ബ്ലോക്ക് ആവും. അത് വരാതിരിക്കാൻ വേണ്ടി കണ്ടെയ്നർ ലോറിക്ക് പ്രത്യേകമായിട്ടുള്ള ബൈ റോഡാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. കാരണം അപ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ പോകും. ഈ സ്റ്റാഫുകൾ ഉച്ചയ്ക്ക് എനിക്കൊന്നും ഫുഡ് കഴിച്ചില്ല എന്ന് തോന്നുന്നു, അവർ മാത്രമേ ഇവിടെ ഉള്ളൂ. വളരെ എനിക്കൊന്ന് ഇനി അവർ കഴിക്കുകയുള്ളൂ. കാരണം ഈ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും അവർ കഴിക്കുക. ബാക്കിയുള്ളവരെല്ലാവരും കഴിക്കാൻ പോയിട്ടുണ്ട്. ഇതാ പോർട്ടിലേക്ക് വേണ്ടിയുള്ള ഹെവി പിന്നെ സ്റ്റോണുമായിട്ട് പോകുന്ന ലോറികളെ കാണാനായി സാധിക്കും. ഇവിടെ ഒരു ഹൈറ്റുള്ള പ്ലേസാണ്. നമുക്കറിയാം ഇങ്ങനെ പാരലായിട്ട് ഹൈറ്റ് കൂടി നല്ലൊരു ഹൈറ്റാണ്. ആ ഹൈറ്റ് കൂടി ലോറികൾ വരുന്ന സമയത്ത് ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇവിടുന്ന് ഹൈറ്റ് കൂട്ടി വരുന്നുണ്ട്. അതിനും ഇവിടെയും റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു ഹൈറ്റ് കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയും NH-ലേക്ക് കയറുമ്പോൾ ഹൈറ്റ് അറിയാനായി സാധിക്കില്ല. NH-ൽ നിന്ന് ഏത് വഴിയാണ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോർട്ടിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറി ഏത് ഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ടാണ് NH-ലേക്ക് പ്രവേശിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഈ ഭാഗത്തെല്ലാം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. റീറ്റെയിനിങ് വാളിൻ്റെ വർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ്. ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് അത് എത്രത്തോളമാണ് നടക്കുന്നതെന്ന് അറിയാനായി സാധിക്കുകയുള്ളൂ. അല്ലാതെ ജസ്റ്റ് വന്നൊരു ഫോട്ടോ എടുത്താലൊന്നും തീർച്ചയായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ലിങ്ക് റോഡിൻ്റെ എല്ലാ വീഡിയോ ഇടുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്. അത്രത്തോളം വർക്ക് അവിടെ നടക്കുന്നുണ്ട് എന്ന് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന NH-ൻ്റെ സൈഡിലെത്തിയിരിക്കുന്നു. NH-ൽ നിന്ന് ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു പോർഷനാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇറങ്ങണ്ടോ. ഇത്രത്തോളം ഇപ്പോൾ നമ്മൾ ഈ കണ്ട പോർട്ടിൽ നിന്ന് വരുന്ന ആ റോഡ് നേരെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് NH-ലേക്ക് പ്രവേശിക്കുന്നുണ്ടോ. ഇത്രയും പോർഷൻ കട്ട് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോകാം. ഈ പോർഷൻ ഇത്തിരി ഹൈറ്റുള്ള പ്ലേസാണ്. അപ്പോൾ ഹൈറ്റിൽ നിന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി കണ്ടെയ്നറിലേക്ക് സുഗമമായിട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള റോഡിൻ്റെ വർക്കായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടോ. ഇത്രയും പോർഷനാണ് കട്ട് ചെയ്തിട്ട് NH-ലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഭാഗത്തുകൂടി തിരുവനന്തപുരം ഭാഗത്ത്, ഈ പോർട്ടിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് കണ്ടെയ്നർ ലോറികൾ വളരെ സുഗമമായിട്ട് പോകാൻ സാധിക്കും. 4 റോഡുകളാണ് നിലവിൽ നമ്മുടെ പോർട്ടുമായിട്ട് ചേരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോർട്ടിൽ നിന്ന് പോകുന്ന വണ്ടികൾ, തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ, ഇനി തമിഴ്നാട് ഭാഗത്തു നിന്ന് പോകുന്ന വണ്ടികൾ, തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ, അങ്ങനെ 4 റോഡുകളിലൂടെയാണ് നമ്മുടെ ലിങ്ക് റോഡിൽ NH 66 ലിങ്ക് റോഡിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ ഒരു റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നത്. ഈ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്ക് ചെയ്തിട്ട് ഈ റോഡ് കണ്ടോ, നമ്മൾ ഈ കാണുന്ന റോഡ് ഇങ്ങനെ വളഞ്ഞു വരുന്നത്. ഇനി നമുക്ക് കുറച്ച് താഴോട്ട് പോകാം. ഇത് നിലവിലുള്ള ബൈ റോഡാണ്. ഈ സൈഡിലും ഈ പറയുന്ന റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കണ്ടോ. ആ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ NH-ൻ്റെ വർക്ക് സൈഡ് നമുക്കറിയാം കണ്ടോ, അതിനെ ബാധിക്കാത്ത രീതിയിൽ അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യാത്ത രീതിയിൽ ഒരു റീറ്റെയിനിങ് വാൾ കൊടുത്തിട്ടാണ് ഇപ്പുറത്തോട്ട് വർക്ക് നടക്കുന്നുണ്ടോ. ഇപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം കണ്ടോ. ഇതാണ് നിലവിലുള്ള ഒരു ബൈ റോഡാണ്, നിലവിലുള്ള ബൈ റോഡാണ്. അത് വീതി കുറഞ്ഞാണെങ്കിൽ ഇത്ര വീതിയേ നിലവിലുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ റോഡിലൂടെ ഇപ്പോൾ നമുക്ക് റോഡ് കാണും മനസ്സിലാവുമല്ലോ. ഇതിലൂടെ സാധാരണക്കാർ നമ്മുടെ എല്ലാ വണ്ടികളും ഇതിലൂടെ പാസ് പോകുന്നു, ലോറി ആവട്ടെ കാറാവട്ടെ എല്ലാം ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ഇതിൻ്റെ കൂട്ടത്ത് നമ്മുടെ കണ്ടെയ്നർ ലോറി പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 400-500 ലോറികൾ വളരെ ഫാസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലൂടെ പോകാനായി സാധിക്കില്ല. കാരണം റഷ് കൂടുതലായിരിക്കും. അതിനു വേണ്ടി തന്നെയാണ് അഡീഷണലായിട്ട് ഒരു ബൈ റോഡ് വർക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടെമ്പററി ആയിട്ട് കണക്ഷൻ ആയാൽ കൂടെ തന്നെ
അതിനെ ബാധിക്കാത്ത രീതിയിൽ, അത് അല്ലാതെ റഷ് വരാത്ത രീതിയിൽ NHലേക്ക് വളരെ സുഗമമായിട്ട് പ്രവേശിക്കാനായി സാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അണ്ടർപാസ്, നമുക്ക് എല്ലാവർക്കും അറിയാം അണ്ടർപാസ് നമുക്ക് കാണാനായി സാധിക്കും. ഇന്ന് ഞാൻ മനഃപൂർവ്വം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ് വർക്ക് എത്രത്തോളമാണെന്ന് എല്ലാവരും അറിയാൻ വേണ്ടി. കുറച്ച് ദിവസമായി ഡീറ്റെയിൽ ആയിട്ട് വർക്ക് എടുത്തിട്ട് ഇനി നമുക്ക് ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ എല്ലാ വർക്കും നടക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അണ്ടർപാസ് കാണാനായി സാധിക്കും. നമുക്ക് അടുത്തോട്ട് പോകാം. ഉണ്ടോ, നേരെ പോകുന്ന റോഡ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡ്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വന്ന് നേരെ ഈ റോഡ് അങ്ങോട്ട് പോകുന്ന തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡ്രെയിനേജിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ കോൺക്രീറ്റിൽ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ മസ്റ്റായിട്ട് നടക്കേണ്ട സംഭവമാണ്. കാരണം ഇവിടെ ധാരാളം വെള്ളക്കെട്ടുള്ള പ്ലേസാണ്. അതിന് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഫസ്റ്റ് നടന്നാൽ മാത്രമേ, ചെറിയൊരു മഴ വന്നാലും ഇല്ലെങ്കിലും ധാരാളം വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലമാണ്. അത് ഫ്യൂച്ചറിൽ ലോറികൾക്ക് ബുദ്ധിമുട്ടാവും. ഇതാണ് നമ്മുടെ അണ്ടർപാസ് എന്ന് പറയുന്നത്. ഇതിലൂടെ സുഗമമായിട്ട് ലോറികൾക്ക് പാസ് ചെയ്യാൻ സാധിക്കും. അത് പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഈ അണ്ടർപാസിലൂടെ ലോറികൾക്ക് പാസ് ചെയ്യാനായി സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ ഇതൊരു ടെമ്പററി ആയിട്ടാണ് വർക്ക് നടക്കുന്നത്. ഇതാ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ, നമ്മൾ നേരെ തൊട്ട് മുന്നേ കണ്ടത് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിലർ ലോറിയും കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ലോറിയാണെങ്കിൽ, ഇതിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ലോറി ഈ ഭാഗത്തൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം ഭാഗത്തേക്കും തമിഴ്നാട് ഭാഗത്തേക്കും പോകുന്ന ലോറികൾ പോകുന്ന ഈ പറയുന്ന ലിങ്ക് റോഡുമായിട്ട് NH കണക്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. ഉണ്ടോ, കുറച്ചുകൂടി നമുക്ക് പുറകിലോട്ട് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് നോക്കാം. ഉണ്ടോ, ആ വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ പോർഷനാണ് നമ്മളിപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. ഉണ്ടോ, ഈ പോർഷൻ്റെ വർക്കുകളാണ് ഇവിടെ നടത്തി. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം. അടുത്തൊരു പോർഷനിലേക്ക് കുറച്ചുകൂടി വ്യക്തമാവും. നേരത്തെ, അതായത് നമ്മൾ നേരത്തെ ഈ പറയുന്ന തിരുവനന്തപുരത്തേക്ക് പോകുന്ന പോർഷൻ കട്ട് ചെയ്ത് കയറുമെന്ന് പറഞ്ഞില്ല, ആ പോർഷനിൽ നിന്നും ഞാൻ ഈ പറയുന്ന, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് NH 66 ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. NH 60 ഈ പോർഷനിൽ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത്രയും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ലോറികൾ കടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പറയുന്ന ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത് തൊട്ട് മുന്നേ ഒരു അണ്ടർപാസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് ഹൈറ്റുള്ള പ്ലേസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അതുവഴി ഇറങ്ങി വന്ന കാരണം ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് എളുപ്പം മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വെയിലത്ത് തിരിച്ചു പോയാൽ, അത്രയും എടുത്തിട്ട് തിരിച്ചു പോയാൽ, എന്നാലും കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും ഹൈറ്റുള്ള പ്ലേസ് ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ഹൈറ്റുള്ള പ്ലേസ് ഉണ്ട്. നല്ല വെയിലും ചൂടുമുണ്ട്, എന്നിട്ട് പൊടിയുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു സാറ്റിസ്ഫൈഡ് വന്നില്ല. എന്നാലും ഇത് കുറച്ചുകൂടി ഹൈറ്റുള്ള പ്ലേസ് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വളരെ ഹൈറ്റുള്ള പ്ലേസ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഹൈറ്റുള്ള പ്ലേസ് നിന്ന് കണ്ട ഭാഗം തന്നെയാണ് നമ്മൾ ഒന്നുകൂടി കാണുന്നത്. കണ്ടോ, ആ റോഡ് തീർച്ചയായിട്ടും തിരിഞ്ഞ് വരുന്നത് നമുക്കത് ഈ ഹൈറ്റുള്ള പ്ലേസ് നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനേ സാധിക്കും. നമ്മൾ തൊട്ട് മുന്നേ നടന്നു പോയത് ഈ ഭാഗത്തൂടെയാണ് നടന്നു പോയത്. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആ നടന്നു പോകുന്ന വശവും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, ഇതെങ്ങനെയാണ് റോഡ് പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ NH 66 ബ്രിഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്ന് മാത്രം കണ്ടാലും ഡീറ്റെയിൽ ആയിട്ട് വർക്ക് അവിടെ കാണാനേ സാധിക്കും. പലരും ഇതിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് പലരും പോകാറുള്ളത്. എന്നിട്ട് പറയും ഇവിടെ വർക്കൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ വർക്കും നടക്കുന്നത്. നടക്കുന്നുണ്ടോ നടക്കുന്നില്ലയോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്നവരാണ് തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടത്. കാരണം ഞാനിത് രണ്ടും പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ വർക്ക് നടക്കുന്നുണ്ടെന്ന് തന്നെ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. വർക്ക് നടന്നാൽ മാത്രമാണല്ലോ എന്തെങ്കിലും സ്റ്റാറ്റസ് നമുക്ക് അറിയാനായി സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കത് പറയാനായി സാധിക്കില്ലല്ലോ. ഞാൻ ഈ പറയുന്ന 30-35 അപ്ഡേഷനിൽ നമ്മളെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടം എന്നുള്ള വർക്കുകളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഘട്ടഘട്ടമായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കെല്ലാം പോകുന്നത്. പിന്നെ ഓരോ വർക്കിനും ചെറിയ കാലതാമസം എപ്പോഴായാലും വരും, അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയം കണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഡ്രെയിനേജിൻ്റെ വർക്ക് ഉൾപ്പെടെയുള്ള വർക്ക്. ഉണ്ടോ, ഈ വർക്ക് ഇനി ഇത്രയും പോർഷനാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള പോർഷൻ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ റോഡ് ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത്. തിരിഞ്ഞതിൻ്റെ റാമ്പൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കോൺക്രീറ്റ് പോർഷൻ വന്നിട്ടുണ്ട്. കേട്ടോ, അതായത് പോർട്ടിൽ നിന്ന് വന്ന് നമ്മളെ ഈ കാണുന്ന സെക്കൻഡ് ബ്രിഡ്ജ്, അതായത് നമ്മളെ ഈ NH നോക്കുമ്പോൾ കാണുന്നുള്ള ഫസ്റ്റ് ബ്രിഡ്ജാണ് നമുക്ക് വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സോയിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ വർക്ക് നടക്കുന്നുണ്ട് എന്ന് വളരെ മനസ്സിലാവുള്ളൂ. പക്ഷേ സോയിൽ ഫില്ല് ചെയ്യാതെ റീറ്റേണിംഗ് വാളിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പറയും ഇല്ല അവിടെ വർക്കൊന്നും നടക്കുന്നില്ലെന്നേ പറയുള്ളൂ. അത് റീറ്റേണിംഗ് വാൾ രണ്ട് ചെറിയ പോർഷനാണ് നടക്കുന്നത്. അത് എളുപ്പം കണ്ട് മനസ്സിലാക്കാനേ സാധിക്കില്ല. എല്ലാവരും ധൃതി കാരണം വളരെ ഫാസ്റ്റായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അവർക്ക് അത്ര മാത്രമേ കണ്ട് മനസ്സിലാക്കാൻ. ഇത് നമ്മൾ ഈ കാണുന്ന
ആ കർവ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. അതായത് റോഡ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഈ പോകുന്നത്. ആ വർക്കുകളിൽ നമ്മൾ തൊട്ട് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ ഇറങ്ങി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെയാണ് മുന്നോട്ട് പോയി ട്രിവാൻഡ്രം ഭാഗത്തേക്ക്. ഇതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ ഞാൻ നിൽക്കുന്ന അണ്ടർ പാസിലൂടെ തന്നെ ഈ തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള ലോറികൾ നമ്മുടെ പോർട്ടിലേക്ക് വരുന്നതും തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ലോറികൾ നമ്മുടെ പോർട്ടിലേക്ക് റോഡിൻ്റെ മറുവശത്തുകൂടി വരേണ്ട രീതിയിലും വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ വർക്ക് 4 റോഡും നമ്മുടെ പോർട്ടിലേക്ക് വരുന്നത് ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് കണ്ട് മനസ്സിലായി എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട പോർഷൻസ് എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക് അപ്ഡേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർക്ക് കണ്ടിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ വരാം. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ തന്നെ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ടോട് റിലേറ്റ് ചെയ്ത എല്ലാ വർക്ക് അപ്ഡേഷൻസും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.